കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഡയാലിസിസിൽ പേഷ്യന്റ് ജീവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാലം അതിന് ഡയാലിസ് ചെയ്തവര് മറ്റേ അസുഖം പ്രൈമറി അസുഖം മാറുമ്പോൾ തിരിച്ച് നോർമൽ കിഡ്നി ഫംഗ്ഷൻ ആവാനും അത് പിന്നീട് ഡയാലിസിസ് വേണ്ടാത്തൊരവസ്ഥ വരാനും സാധ്യത. നമ്മൾ ഏതൊരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും അതാർക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു കിഡ്നി ഫെയിലിയർ വന്ന രോഗിക്കാണ്. അവർക്ക് നമ്മളിത് ചെയ്തില്ലെങ്കിലും. ആസ്റ്റർ മെഡ്ഡോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊക്കെ ആൾക്കാർ പനിയാണ് ചുമയാണെന്നൊക്കെ പറഞ്ഞിരുന്നത് പോലെയാണ് ഇപ്പോൾ വലിയ വലിയ അസുഖങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ധാരണകളും തെറ്റായ ധാരണകളും കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡോക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടേഴ്സ്. ഞാൻ ഡോക്ടർ ബിജോയ് ആന്റണി, കണ്ണൂർ ആസ്റ്റർ മിംസിലെ നെഫ്രോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ സത്യേന്ദ്ര നമ്പ്യാർ, കണ്ണൂർ ആസ്റ്റർ മിംസിലെ യൂറോളജിസ്റ്റ്. ഡോക്ടർ, ഇപ്പോൾ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും അല്ല പറയുന്നത്. നമ്മളോട് പറയുന്നത് ഡയാലിസിസ് കഴിഞ്ഞിട്ട് വരികയാണ്, അടുത്ത 15th എനിക്കൊരു ഡയാലിസിസ് ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ക്രമാതീതമായിട്ട് കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ശരി, തീർച്ചയായിട്ടും അതെ. ഞാൻ 2004 ഇവിടെ കണ്ണൂരിലെത്തിയത്. അന്ന് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ജോയിൻ ചെയ്തത്. ആ സമയത്ത് അവിടെ ആകെ 3 ഡയാലിസിസ് മെഷീനും 4 ഡയാലിസിസ് മെഷീൻ, പിന്നെ കണ്ണൂരിൽ ഇവിടെ ഉണ്ടായിരുന്നു AKGയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടി വന്നു. ഞാനൊരു 2012 ആയപ്പോൾ തന്നെ അവിടെ ഒരു മാസം, അന്ന് 200 ഡയാലിസിസ് പോലും ഇല്ലായിരുന്നു ഒരു മാസം. ഇപ്പോൾ ഒരു 2012 ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാസം 3500 ഡയാലിസിസ് ആയി. അന്നേരം അതാണ് ഈ രോഗികളുടെ എണ്ണം അതേപോലെ അങ്ങ് കൂടി. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കണ്ണൂർ തന്നെ എത്ര ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. ഇവിടെ ഇവരുണ്ട്, നമുക്ക് അവിടെ അടുത്തടുത്തുള്ള എല്ലാ ആശുപത്രികളിലും ഉണ്ട്. അതുകൂടാതെ വേറെ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. പരിയാരത്തുണ്ട്, പിന്നെ ഇവിടെ തളിപ്പറമ്പിൽ, പയ്യന്നൂര്, എല്ലായിടത്തും. അന്നേരം രോഗികളുടെ എണ്ണം അതേപോലെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ഡയബറ്റീസാണ്. നമ്മളിവിടെ ഈ ഡയാലിസിസ് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്നതിൽ ഒരു 10 പേഷ്യൻറ്റിൽ 7 പേരല്ല 8 പേരും ഡയബറ്റിക് ആൾക്കാരാണ്. അന്നേരം നമ്മുടെ കേരളം, ശരിക്കും എല്ലാവരും പറയുന്ന കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അന്നേരം ഇവിടെ ഭയങ്കര കൂടുതലാണ് ഡയബറ്റീസ്. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് കൂടുതൽ പേർക്കും കിഡ്നി ഫെയിലിയർ വരുന്നത്. പിന്നെ അതുകൂടാതെ വേറെ പല പല കാര്യങ്ങളുണ്ട്. ഈ പ്രഷർ കൊണ്ടുവരാം, പിന്നെ ഈ ആവശ്യമില്ലാതെ അതും പലതരം മരുന്നുകൾ, ടോക്സിൻ, അങ്ങനത്തെ എല്ലാം. അന്നേരം ഈ മരുന്നുകൾ എന്ന് പറയുമ്പോഴത്തേന് ഈ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് അലോപ്പതി മരുന്ന് മാത്രം. അലോപ്പതി ഒന്നുമല്ല, ആയുർവേദം, ഹോമിയോ, പച്ചമരുന്ന് എല്ലാം കിഡ്നിക്ക് തകരാറ് വരുത്താം. അന്നേരം ഇങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും കിഡ്നി ഫെയിലിയർ പേഷ്യൻസിന്, കിഡ്നിയുടെ രോഗങ്ങൾ പേഷ്യൻസിനൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. നമ്മുടെ ജീവിതശൈലി രീതികൾ കൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള കിഡ്നി ഡിസീസുകളെല്ലാം വരുന്നതെങ്കിൽ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നായാലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട വരും. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അതില്. അത് ഈ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ടോ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നിട്ട്, അതോ ട്രാൻസ്പ്ലാന്റേഷനിൽ തന്നെ ഇത് തീരുള്ളൂ? അങ്ങനെയല്ല. ഒരു പേഷ്യൻറ്റിനെ, നമുക്ക് ഒരാൾക്ക് കിഡ്നിക്ക് കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം തീരെ കുറഞ്ഞ് ഒരു 10%, 15% മതി നമുക്ക് നോർമലായിട്ട് ജീവിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആളുകൾ കിഡ്നി ദാനം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അന്നേരം അതിനകത്ത് ഒരു കിഡ്നി പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കിഡ്നിയുടെ പകുതി പോയി, 50% ആയി. പക്ഷേ ആ ഒരെണ്ണം കൊണ്ട് ധാരാളം മതി. നമുക്കൊരു 40% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരുവിധം നോർമലായിട്ട് തന്നെ ജീവിക്കാം. അത് കുറഞ്ഞു വരുമ്പോൾ ഇപ്പം കിഡ്നിയുടെ ജോലി ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റൊക്കെ കളയുക. അന്നേരം ഒരുവിധം പ്രവർത്തനം ഉണ്ടെങ്കിൽ ഒരുവിധം വേസ്റ്റൊക്കെ പൊക്കോളും. അത് പ്രവർത്തനം കുറഞ്ഞ് ഒരു 10%, 15% ഒക്കെ ആയി കഴിയുമ്പോൾ അതിനെ അതുപോലെ നീക്കം ചെയ്യാൻ പറ്റിയല്ല. അന്നേരം നമ്മുടെ ശരീരത്തിൽ ഈ വേസ്റ്റിൻ്റെ അളവ് കൂടി വരും. അത് കൂടി വരുമ്പം അത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ജീവൻ അപകടമായിട്ട് വരും. അന്നേരമാണ് അവർക്ക് ശ്വാസം മുട്ടൽ വരും, ഹൃദയമിടിപ്പ് തെറ്റാം, നെഞ്ചിലും ശ്വാസകോശത്തിലൊക്കെ വെള്ളം നിറഞ്ഞു വരാം. അങ്ങനത്തെ ഇതെല്ലാം വരുമ്പം പേഷ്യൻറ്റിന് ജീവിക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒരവസ്ഥ പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിയുടെ ജോലി ഏതെങ്കിലും ഒരു രീതി പകരം ചെയ്തു കൊടുക്കണം. എന്നാലേ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പേഷ്യൻറ്റിന് ശ്വാസം കിട്ടുന്നില്ലെന്ന് വിചാരിച്ചു. അന്നേരം നമ്മൾ എന്നാ ചെയ്യുന്നത്? വെന്റിലേറ്ററിലാക്കി കഴിയുമ്പോഴത്തേന് അവരുടെ രോഗം മാറുമല്ല ചെയ്യുന്നത്. അവരെ നമ്മൾ ജീവിപ്പിക്കാൻ വേണ്ടി
ശ്വാസകോശത്തിൻ്റെ ജോലി നമ്മൾ മെഷീൻ വെച്ച് ചെയ്തു കൊടുക്കുക ഓക്സിജൻ കിട്ടാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ കിഡ്നിയുടെ പ്രവർത്തനം പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ജോലി ഏതെങ്കിലും രീതിയിൽ കൂടെ പകരം ചെയ്തു കൊടുക്കണം. അങ്ങനെ ആ പകരം ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താ? ഡയാലിസിസ്. ഡയാലിസിസ് എന്ന് പറയുന്നത് 2 തരം ഡയാലിസിസ് ഉണ്ട്. ഒന്ന് ഈ ഹീമോഡയാലിസിസ്, അതാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് എടുത്ത് ആ മെഷീനകത്ത് കയറി അതിനകത്തുനിന്ന് അത് പ്യൂരിഫൈ ചെയ്തിട്ട്, അതായത് അതിനകത്തുനിന്ന് വേണ്ടാത്ത വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തിട്ട് അത് തിരിച്ച് ആ പേഷ്യൻറ്റിന് കൊടുക്കും. അതാണ് ഹീമോഡയാലിസിസ്, ബ്ലഡ് കൊണ്ട് തന്നെ ചെയ്യുന്നത്. വേറൊരു തരം ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയും. നമ്മുടെ വയറ്റിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു ലായനി ഇടും, അത് ആ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ്. അത് അതിനകത്ത് കുറേ നേരം ഇട്ട് വെച്ച് കഴിയും, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിലെ വേസ്റ്റൊക്കെ അതിലോട്ട് വരും, ഫ്ലൂയിഡ് അകത്ത് കിടക്കുന്നതല്ലേ. അന്നേരം അതങ്ങ് ഒഴുക്കിക്കളയും, എന്നിട്ട് അതൊരു പിന്നെയും തിരിച്ചിട്ട് വെക്കും. അങ്ങനെ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേഹത്തെ വേസ്റ്റ് അങ്ങനെ ദിവസങ്ങൾ അടുത്തടുത്ത് ആണെങ്കിൽ ഒരു ദിവസം 4 പ്രാവശ്യമൊക്കെ ചെയ്യണം. അതിങ്ങനെ മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് അതിന്റെ പേര് കണ്ടിന്യൂസ് പല സമയം വെള്ളം വഴി ഇങ്ങനെ പേഷ്യന്റ് വീക്ക് ആയിരിക്കും ഇങ്ങനെ 4 ദിവസം കൂടുമ്പോ. മൊബിലിറ്റി ഉണ്ടല്ലോ. ഡയാലിസിസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപോലെ കിടക്കുന്നതിന് പകരം ഇവർക്ക് ഇത് വെള്ളം മാറ്റി വെച്ച് സ്ഥലത്ത് പോയി ഒന്ന് മാറ്റി ടാപ്പ് മാറ്റി പിന്നെ വിട്ട് എന്നുള്ള രീതിയിലുള്ള ആംബുലേഷൻ ഉണ്ടല്ലോ. അതാണ് അതിന്റെ ഗുണമായിട്ട് പറയുന്നത്. ഫ്രീക്വൻസി കുറഞ്ഞു വരുമോ നമ്മൾ? അതല്ലേ ഞാൻ പറഞ്ഞേ, കിഡ്നി നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയാ. കിഡ്നിയുടെ പ്രവർത്തനം തീരെ മോശമായി കഴിയുമ്പോൾ അത് ഈ പതുക്കെ വരുന്ന രോഗങ്ങൾ ഒരിക്കലും റിക്കവർ ചെയ്യല. അത് പതിയെ കേടായി അങ്ങ് പോവുള്ളൂ. അത് കിഡ്നി എന്നല്ല, ഏതൊരു അവയവമാണേലും കേടായി പോയി കഴിഞ്ഞാൽ മനുഷ്യനത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ല. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നന്നാക്കുന്ന. പെട്ടെന്നുണ്ടാകുന്ന ചില കിഡ്നി ഫെയിലിയറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പാമ്പ് കടി, എലിപ്പനി, അങ്ങനത്തേതൊക്കെ കൊണ്ടിട്ട് വരുന്നത് അത് പെട്ടെന്നുണ്ടായതാണ്. അത് റിക്കവർ ചെയ്ത് വരും. മറ്റേത് ഈ ഷുഗറൊക്കെ കൊണ്ടുവരുന്ന പതുക്കെ അത് സ്ഥിരം കേടല്ലേ വരുന്നത്. അത് പിന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം വേറെ എടുത്ത് പറഞ്ഞാൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്ന മരുന്നുകളുടെ, ഇപ്പം വിഷം കഴിച്ചാൽ അല്ലെങ്കിൽ പാമ്പ് കഴിച്ചാൽ ചില പ്രത്യേക അസുഖങ്ങളിലൊക്കെ പെട്ടെന്ന് സഡനായിട്ട് വരുന്ന പിന്നെ കിഡ്നി ഫെയിലിയർ, മൂത്രം ഇല്ലാണ്ടായിട്ടൊക്കെ കോളറ വന്നിട്ട് ഒക്കെ വരുന്നതൊക്കെയാണ് അക്യൂട്ട് ഫെയിലിയർ. അതിൽ ഡയാലിസിസ് ചെയ്തവർ മറ്റേ അസുഖം, പ്രൈമറി അസുഖം മാറുമ്പോൾ തിരിച്ച് നോർമൽ കിഡ്നി ഫംഗ്ഷൻ ആവാനും അത് പിന്നീട് ഡയാലിസിസ് വേണ്ടാത്തൊരവസ്ഥ വരാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ക്രോണിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ഈ ഡോക്ടർ പറഞ്ഞ രീതിയിലേക്ക് പൂർണ്ണമായി പോവുകയും കിഡ്നി മെല്ലെ നശിച്ച് ക്രോണിക് റീനൽ ഫെയിലിയർ എത്തി പിന്നെ അയാൾ ഡയാലിസിസ് ഡിപ്പെൻഡന്റോ അല്ലെങ്കിൽ വേറെ തരത്തിൽ കിഡ്നി റീപ്ലേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചികിത്സയിലോ എത്തുന്നു. അതിൽപ്പെട്ട ഏറ്റവും മികച്ച ചികിത്സയാണ് ഡയാലിസിസിന്റെ മേലെ മികച്ച ചികിത്സയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം ഒരു നിമിഷം ചെയ്യുന്നതിനേക്കാളും മെച്ചത്തിലാണ് ഒരു കിഡ്നി പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുമ്പം കിഡ്നിയുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കിഡ്നിക്ക്. അതിൽ മുഴുവൻ സാധനം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയല്ല ഡയാലിസിസ് ചെയ്യുമ്പോഴേ. അത് നമുക്ക് അത്യാവശ്യം എന്നവർക്ക് നമുക്ക് ജീവൻ അപകടം വരാത്ത കാര്യങ്ങളെല്ലാം ചെയ്യും. ശരീരത്തിൽ അധികം വെള്ളം നീക്കം ചെയ്യാം, ലവണങ്ങളുടെ അളവ് കൺട്രോൾ ചെയ്യാം, ആസിഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു ഒറിജിനൽ കിഡ്നിയുടെ അത്രയും അതിന് ചെയ്യാൻ പറ്റിയല്ല. പിന്നെ നമ്മൾ ഡയാലിസിസ്, ഹീമോഡയാലിസിസ് ആണെങ്കിലും ചെയ്യുമ്പം നമ്മുടെ കിഡ്നി 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് പകരം ചെയ്യുമ്പോൾ ഏകദേശം 12 മണിക്കൂറേ ഒരാഴ്ചയ്ക്ക് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ വീതം 3 ദിവസം, അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അത്രയും മതി അവരുടെ ജീവൻ നിലനിർത്താൻ. അത് മതി. നമ്മളിത് ഞാൻ പറഞ്ഞില്ല, അത് കിഡ്നി നന്നാവുകയൊന്നുമില്ല, അതുകൊണ്ട് അവർക്ക് ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ അത്രയും മതി. പക്ഷെ അതിൻ്റെ കുഴപ്പം ഇതാണ്, അതൊരിക്കലും നോർമൽ ആവില്ല. ആ പേഷ്യൻറ്റിനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ അറിയാം അവരുടെ ക്രിയാറ്റിൻ എല്ലാം ഹൈ തന്നെ ആയിരിക്കും. പക്ഷേ അവർക്ക് അപകടമൊന്നും വരികയില്ല. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു പുതിയ കിഡ്നി തന്നെയാണ് കിട്ടുന്നത്. അന്നേരം സാധാരണ നമ്മുടെ കിഡ്നി ചെയ്ത എല്ലാ ജോലിയും അത് ചെയ്യും. അതുകൊണ്ട് അതാണ് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. കിഡ്നി പൂർണ്ണമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പകരം ചെയ്യേണ്ടത് പകരം ഒരു കിഡ്നി വെക്കുന്നത് തന്നെ, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ വല്ലവർക്കും ഉറപ്പ് പറയാൻ പറ്റുമോ സക്സസ് ആയിരിക്കും ഈ സർജറി എന്നുള്ളത്? എല്ലാവർക്കും നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ബിഫോർ സർജറി? ഉണ്ടല്ലോ, നമ്മൾ സാധാരണ രീതി ചെയ്യുമ്പോൾ ഒരു 90% മേലെ ഗ്രാഫ്റ്റ് ഫംഗ്ഷനും, അതായത് ഇത് പ്രവർത്തനവും 90 to 92% വരെ 5 കൊല്ലം വരെ രോഗി ജീവിച്ചിരിക്കുന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സക്സസ് റേറ്റ് ഒരു 90ക്ക് മേലെ വെക്കാൻ നടത്താം ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ. അത് ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് പ്രതീക്ഷിക്കാം. നമ്മൾ ആ രംഗത്തേക്ക് ഇവിടെ ഈ നമ്മുടെ സ്ഥാപനം എത്തിച്ചേർന്നു, ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം
തുടങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഇതുവരെ ഉള്ളതെല്ലാം വാർത്ത. സക്സസ് ആയിട്ടുള്ളത് തന്നെയാണ്. രണ്ടോ മൂന്നോ ഒക്കെ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ, അത് രണ്ടും നല്ല സക്സസ് ആണ്. പിന്നെ ഇപ്പം സാർ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് 100% സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ വേറെ ഒരു കാര്യം കൂടെ. നമ്മൾ ഏതൊരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും അതാർക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു കിഡ്നി ഫെയിലിയർ വന്ന രോഗിക്ക് അവർക്ക് നമ്മളിത് ചെയ്തില്ലെങ്കിലോ അവർക്കും മരിക്കാനുള്ള സാധ്യതയില്ലേ? അന്നേരം നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഡയാലിസിസിൽ പേഷ്യൻ്റ് ജീവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാലം കുഴപ്പങ്ങൾ കൂടാതെ ജീവിക്കും. ഏത് ചികിത്സയും നമ്മൾ അങ്ങനെ ചെയ്യുക. അതായത് നമ്മുടെ ചികിത്സ കൊണ്ട് രോഗത്തിനെക്കാട്ടിലും മോശമാകാൻ പാടില്ല. ആ രോഗം കൊണ്ട് രോഗി മരിക്കാമല്ലോ. അന്നേരം അതിനെക്കാട്ടിലും എത്ര നല്ലതാ കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നോർമൽ ആളുമായിട്ട് കമ്പയർ ചെയ്യരുത്. രോഗിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. കൊടുക്കുന്ന ആൾക്കാർക്ക് ഡോണറിന് എപ്പോഴും ഉള്ളൊരു ടെൻഷനാണ്, നമുക്ക് 2 കിഡ്നി ഉണ്ട്, 2 കിഡ്നിക്കും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, ജോലികളുണ്ട്. എൻ്റെ ഒരു കിഡ്നി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു കിഡ്നിയല്ലേ ഉള്ളൂ. അതിന്റെ മറുപടി ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഒരു കിഡ്നിയുടെ തന്നെ 50% പോലും നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമില്ല. ഒരു 40% ഒക്കെ ഉണ്ടായാൽ തന്നെ നമ്മളെ ദൈനംദിന കാര്യങ്ങളൊക്കെ കിഡ്നിക്ക് വലിയ മുടക്കം കൂടാതെ നടത്താൻ പറ്റും. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കിഡ്നി പ്രോഗ്രാം, കിഡ്നി ഗ്രാൻഡ് ലൈവായിട്ടുള്ള ജീവനുള്ളവർ മറ്റൊരാൾക്ക് വേണ്ടി സഹാനുഭൂതിയുടെയും പേരിൽ ഇത് കൊടുക്കുന്ന സങ്കല്പം തന്നെ വന്നത് അതുകൊണ്ടാണ്. ഒരു വ്യക്തിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു രീതി ശാസ്ത്രലോകം പ്രോത്സാഹിപ്പിക്കില്ല. നമ്മുടെ മെഡിക്കൽ ലോകം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അയാൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് പരിഗണിക്കുക തന്നെയുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ കൊടുക്കുന്ന ദാതാവിൻ്റെ എല്ലാവിധ ചെക്കപ്പുകളും കിഡ്നി നല്ലതാണെന്നും അയാൾക്കൊരു കോംപ്രമൈസ് ഇല്ല എന്നും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അയാളെ ഒരു ദാതാവായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഇപ്പൊ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ ആയുസ് കുറയും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അങ്ങനെ വരുന്ന ഒരു രോഗിയെയും അല്ല ഒരാളെയും ദാതാവായി സ്വീകരിക്കില്ല. അതിന് സ്ട്രിക്റ്റ് ചെക്കപ്പുകളുണ്ട്. അത് നമ്മൾ ഈ കിഡ്നിയുടെ ഫങ്ഷൻ നോക്കുമോ ഇവർക്ക്, അത് ഈ DTP റീനോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കിഡ്നിയുടെ ആയിട്ടും പ്രവർത്തനം നമുക്കറിയാം. അത് ചെയ്ത് കഴിയുമ്പം ഒരു കിഡ്നി എടുത്തു കഴിയുമ്പോൾ അവർക്ക് മിച്ചം, അത് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നതിന് പറയുന്നത്, അത് കിഡ്നിയുടെ ഫങ്ഷനാണ് നോക്കുന്നത്. അത് നോർമലായിട്ട് 80ക്ക് മുകളിലാണ് നോർമലായിട്ടും. അന്നേരം ഒരു രോഗിയല്ലല്ലോ, അത് ഒരാളുടെ ആ വൃക്ക എടുത്തു കഴിഞ്ഞാൽ മിച്ചം 40 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ എടുക്കുകയുള്ളൂ. അവർക്ക് മിച്ചം 40 കിട്ടണം. അത്ര ഉണ്ടെങ്കിൽ മതി. അന്നേരം അവർക്ക് അതുകൊണ്ട് ഒരു കുഴപ്പവും വരികയില്ല. എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് അവർക്ക് എന്തെങ്കിലും അപകടം വരുമെന്നോ, ശ്വാസകോശത്തിൻ്റെ അസുഖം, ഹാർട്ടിൻ്റെ അസുഖം, എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, ഈവൻ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പോലും മുന്നോട്ട് അവർക്ക് കിഡ്നിക്ക് ഡാമേജ് വരാമല്ലോ. അന്നേരം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടേത് എടുക്കുകയില്ല, ആ ഡോണറുടേത്. നമ്മൾ അവരെ എല്ലാം റിജക്റ്റ് ചെയ്യുകയുള്ളൂ. കാരണം അവരൊരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. ആ ആളിന് ഒരു തകരാറും വരാൻ പാടില്ല. അത് നമ്മൾ തീർച്ചപ്പെടുത്തും. അങ്ങനെ നമ്മൾ ആ ഡോണറെ എടുക്കുകയുള്ളൂ. അല്ലാത്തവരെ നമ്മൾ ഒരിക്കലും എടുക്കുകയില്ല. സെലക്ഷൻ ക്രൈറ്റീരിയ വളരെ സ്ട്രിക്റ്റ് ആണ്. അല്ലാത്തവരെ നമ്മൾ ദാതാവായി സ്വീകരിക്കില്ല. അത്രയേ ഉള്ളൂ. ആൾക്കാരോട് ചോദിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ളവർക്ക് മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയാറില്ലേ? അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവർക്ക് മാത്രമാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതുള്ളവർക്ക് കൊടുക്കാൻ റൈറ്റ് ഇല്ല, ലീഗലി അങ്ങനെ എന്തോക്കെ പറയാറില്ലേ? മെഡിക്കലി കറക്റ്റ് അല്ല. ഓക്കെ. പക്ഷെ ഏറ്റവും നല്ല സർവൈവൽ കാണുന്നത് ഏറ്റവും അടുത്ത ബ്ലഡ് റിലേഷൻ ആണ്. അതൊരു കോമൺ സെൻസുമാണ്, ലോജിക്കുമാണ്, ശാസ്ത്രീയമായി ശരിയുമാണ്. പിന്നെ നിയമപരമായിട്ട് നോക്കുമ്പോഴും നമ്മുടെ നിയമങ്ങളനുസരിച്ചിട്ട് ബന്ധുക്കൾ മാത്രമേ കിഡ്നി ദാനം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അതാണ് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മക്കള്, ഗ്രാൻഡ് പേരൻസിനും പറ്റും. ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സ്പൗസ്, ഇമോഷണൽ കണക്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതും ചെയ്യാൻ പറ്റും. ഹസ്ബൻഡിന് വൈഫിന് കൊടുക്കാം, വൈഫിന് ഹസ്ബൻഡിന് കൊടുക്കാം. നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ പേഷ്യന്റും ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ്. ആദ്യത്തേത് വൈഫ് കൊടുത്തു, മറ്റേതിന് ഹസ്ബൻഡ് കൊടുത്തു. അങ്ങനെ അല്ല, ഭാര്യയ്ക്ക് ഇമോഷണൽ കണക്ഷനിൽ ഭാര്യയ്ക്ക് കൊടുക്കാമെങ്കിൽ പിന്നെ എന്താണ് പുറത്തുള്ള ഒരു തേർഡ് പേഴ്സൺ കൊടുക്കാൻ പറ്റാത്തത്? അല്ല, അങ്ങനെയല്ല. മെഡിക്കലി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു മാച്ച് ഉണ്ടാവണമെന്നില്ല. ഇല്ല. പക്ഷേ അതിനകത്ത് വേറെ കച്ചവട താല്പര്യങ്ങൾ വരരുത് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അതിന്റെ പുറകിലുള്ള താല്പര്യം. അത്രേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഇടപാട് നടക്കാൻ സാധ്യതയില്ല. മറ്റുള്ളവരടുത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആർക്കും കൊടുത്തുകൂടാ എന്നൊന്നും പ്രത്യേക നിയമമൊന്നുമില്ല. അതിനിടയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു
ഒരു താല്പര്യം ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ലീഗലായിട്ടുള്ള നിർബന്ധം. അത് സ്ഥാപിച്ചെടുക്കാനുള്ള വിഷമമാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. നമുക്കിവിടെ വരാറില്ല അങ്ങനെ ഇപ്പൊ പുറത്തുള്ളവരായിരിക്കും ഞാൻ കിഡ്നി കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് അത്രയും ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് എല്ലാം വരാറില്ല. ഉണ്ടാവില്ല. എന്നാലും ഞാൻ കുറേ മാച്ച് നമുക്ക് വേണം, ഒന്നും വേണ്ടെന്നല്ല. ഈ ബ്ലഡ് ഗ്രൂപ്പ് അത് സെയിം ആയിരിക്കണം. സെയിം അല്ല, നമ്മളിപ്പോൾ പറയല്ലേ O ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണേലും ബ്ലഡ് കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ ആർക്ക് വേണേലും O ഗ്രൂപ്പ് ഉള്ള ആളുകൾക്ക് ബാക്കി എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ എല്ലാം അതേമാതിരി ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് വേണം. ഇപ്പം അതില്ലാതെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ അത് അങ്ങനെ വേണ്ടിയത് അത് വേണം. പക്ഷേ വേറെ കുറേ മാച്ചുണ്ട്. നമ്മുടെ HLA മാച്ചിങ് എന്നൊക്കെ പറയും. അത് നമ്മുടെ ശരീരത്തിലുള്ള വേറെ കുറേ ആൻറ്റിജൻസ് ഒക്കെയാണ്. ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതെല്ലാം മാച്ചിങ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് റിജക്റ്റ് ആയി പോകും അല്ലെങ്കിൽ. പക്ഷേ കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ HLA മാച്ചിങ് ഒന്നും വേണമെന്നില്ല. ഇല്ലെങ്കിലും അത് അവിടെ സർവൈവ് ചെയ്തോളൂ, അതിന് വലിയ കുഴപ്പം വരത്തില്ല. അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് ബന്ധുക്കളല്ലാത്തവർക്ക് കിഡ്നി കൊടുക്കാൻ പറ്റുന്നത്. ഡയറക്റ്റ് ബന്ധുക്കളാണെങ്കിലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഒരു 50% ഒക്കെ മാച്ച് കാണും. ഇപ്പം സഹോദരങ്ങളാണെന്ന് വിചാരിച്ചു, അന്നേരം അച്ഛൻ്റെ അടുത്തു നിന്നും നമുക്ക് പകുതി, അമ്മയുടെ അടുത്തു നിന്നും പകുതി കിട്ടും. അന്നേരം നമ്മൾ ഇവരെ നോക്കിക്കഴിയുമ്പം അതിനകത്ത് 25% പേർക്ക് ശരിക്കും ഫുൾ മാച്ച് കാണും. 25% പേർക്ക് ഒട്ടും മാച്ച് കാണില്ല. മറ്റവർക്ക് പകുതി മാച്ചുണ്ട്, 50% മാച്ച് കാണും. അന്നേരം ഈ മാച്ചിങ് ഉണ്ടെങ്കിലുള്ള ഗുണം അതിന് കുറേ കൂടെ സർവൈവൽ കൂടുതലുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പക്ഷേ ഓൾമോസ്റ്റ് 85-95% അൺറിലേറ്റഡിന് തന്നെ ഇത് സർവൈവലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മെഡിസിൻസ് ഒക്കെ വന്നതുകൊണ്ട്. പിന്നെ കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടും നമ്മൾ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ മെഡിസിൻസ് ഒക്കെ നമുക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും. അന്നേരം തന്നെ ഇമ്മ്യൂണോളജിക്കലി മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ട മരുന്നുകളൊക്കെ കുറക്കാം. സ്വാഭാവികമായിട്ട് തന്നെ ശരീരം സ്വീകരിക്കാനുള്ള ഒരു പുറമേ നിന്നുള്ളൊരു സാധനം സ്വീകരിക്കുമ്പോൾ ബോഡി അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം കുറയും ഒരേ മാച്ചുള്ള ആന്റിജൻസ് വരികയാണെങ്കിൽ. അത് തീരെ മാച്ചില്ലാത്തവർക്ക് അതിന്റെ റിസ്ക് കൂടുതലാണ് റിജക്ട് ചെയ്ത് പോകാൻ. പക്ഷെ ഇന്നുള്ള മെഡിക്കൽ ഡെവലപ്മെന്റ് കാരണം ഈ റിജക്ഷനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് മരുന്നുകൾ നമുക്കുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് അതിന്റെ ചികിത്സ ഉപയോഗിച്ച് ഈ റിജക്ഷന്റെ സാധ്യത കുറക്കുക എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പല ഡോണറുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് മറ്റെന്താണ് ഒരു മാർഗം? കാരണം ഇപ്പൊ കുറെ അധികം പേഷ്യൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേജിലുള്ളവര്. ഇവർക്ക് ഒന്നെങ്കിലും റിലേഷൻ നോക്കണം, ഇനി റിലേഷൻ നോക്കിയാൽ തന്നെ അതിൽ മാച്ചിങ് നോക്കണം. അങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് ഉള്ളപ്പോൾ എന്താണ് നമുക്ക് മറ്റൊരു മാർഗം കൂടുതൽ ഡോണേഴ്സിനെ കിട്ടാനായിട്ട്? ഇതിൽ വളരെ റിലവൻ്റ് ആയ ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കിഡ്നി ഫെയിലറും കിട്ടുന്ന ഓർഗൻ അവയവങ്ങളും തമ്മിലുള്ള മിസ്മാച്ചാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന കിഡ്നി ഫെയിലറിന് വളരെ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അതിന് നമുക്ക് വൈദ്യ സമൂഹത്തിന് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം കടാവർ ട്രാൻസ്പ്ലാന്റേഷനാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഡോക്ടർ പറയും കുറച്ചുകൂടെ വിശദമായിട്ട്. കൂടുതലായിട്ട് ഞാനും ആഡ് ചെയ്യാം. ഡോക്ടർ ബിജോയ് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ഒരു പേഷ്യൻ്റ്, ഒരു രോഗി, നമ്മൾ സാധാരണഗതി മരിക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൃദയം നിന്നു പോകുമ്പോഴാണ്. ഹൃദയവും ബ്രീത്തിങ്ങും എല്ലാം നിന്നു പോകുന്നത്. അന്നേരം അതിൻ്റെ കുഴപ്പം എന്നാ, ഹൃദയത്തിൻ്റെ ജോലി എല്ലാ അവയവങ്ങളിലോട്ടും ബ്ലഡ് കൊടുക്കുകയാണ്. അത് നിന്നു പോയി കഴിയുമ്പോൾ എല്ലാ അവയവങ്ങളും നിന്നു പോകും. അതുമല്ലാതെ വേറെ ഒരു തരം മരണമുണ്ട്, അതിനാണ് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ഒരിക്കലും നന്നാകുകയല്ലാത്ത രീതിയിൽ പെർമനൻറ്റ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം മരിച്ചതുപോലെ തന്നെയാണ്. നമ്മളുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ ബ്രെയിൻ അല്ലേ. അതുകൊണ്ട് ബ്രെയിൻ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയം എല്ലാം വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ബാക്കി അവയവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് കാണും. ലിവറും കിഡ്നിയും എല്ലാം, ശ്വാസകോശം എല്ലാം വർക്ക് ചെയ്യുന്നത് കാണും. പക്ഷേ അവരുടെ ബ്രെയിൻ മാത്രം പോയത്. അതിൻ്റെ സാധാരണയായിട്ട് സംഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് വരികയല്ലേ, പ്രത്യേകിച്ചും ബൈക്ക് ആക്സിഡൻറ്റ്. ഈ പിള്ളേരൊക്കെ ബൈക്കിൽ പോയി വീണ് തലയടിച്ചിട്ട് അവരുടെ ബ്രെയിൻ പോയി. പിന്നെ അവരുടെ ആ അവയവങ്ങൾ, എത്ര അവയവങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതെന്നു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എത്ര മനുഷ്യരുടെ ജീവനാണ് രക്ഷപ്പെടുന്നത്. ഇവരുടെ ബ്രെയിൻ പോയി, അവരേതായാലും ബ്രെയിൻ ഡെഡായി. അന്നേരം അവരുടെ ഈ അവയവങ്ങൾ നമ്മൾ സമയത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം രോഗിക്കും വേറെ പലർക്കും മാറ്റി വെക്കാൻ പറ്റും. 2 കിഡ്നി ഉണ്ട്, അത് 2 പേർക്ക് കൊടുക്കാമല്ലോ. ഹാർട്ട് കൊടുക്കാം, ലിവർ, എന്തെല്ലാം, ശ്വാസകോശം ഇപ്പോൾ എടുക്കുന്നുണ്ട്, കോർണിയ എല്ലാം എടുക്കാം, പാൻക്രിയാസ് എല്ലാം എടുക്കാം. അന്നേരം അതുകൊണ്ട് ഈ കടാവറാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട്. ഇപ്പോൾ വെളിയിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടത്. നമ്മുടെ ഇവിടെ
അതത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. ഇന്ത്യയിൽ അതിൽ തന്നെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കാൾ ഒരുപാട് മുന്നോട്ടാണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാളും കൂടുതലുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, പലയിടത്തും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ ഓർഗന്റെ അഭാവം നികത്താനുള്ള ഏറ്റവും നല്ല മാർഗം നമുക്ക് മുന്നിലുള്ളത് കടാവർ പ്രോഗ്രാം ഉണ്ടാക്കുകയും അതിലേക്ക് ദാതാക്കളെ ഏർപ്പാടാക്കുകയും ചെയ്യണം. അത് ഫാമിലി മെമ്പേഴ്സ് അല്ലേ ഇതിന് പെർമിഷൻ കൊടുക്കേണ്ടത്? അപ്പൊ എനിക്ക് ചിലർ അവരവർ തന്നെ മുൻകൂട്ടി കണ്ണുദാനം ചെയ്യാനൊക്കെ പറയുന്ന പോലെ പറയുന്ന കൂട്ടരുണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലി മെമ്പേഴ്സ് ഇമോഷണലി അന്നേരം അവരുടെയും കൂടെ പെർമിഷൻ വേണം. അവര് നമ്മുടെ തന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു ഗ്രാഫ് താഴേക്ക് വരുന്നത് ഒരു റീസൺ ഉണ്ടാവില്ലേ? അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അതിന്റെ മെയിൻ റീസൺ ഈ സിനിമയൊക്കെയാണ്. നിങ്ങൾ കണ്ടില്ല ജോസഫ് എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ട്. അന്നേരം പിന്നെ ഒരുപാട് പേര് പറയുന്നതുണ്ട്, ഈ പേഷ്യൻ്റ് ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ്റ് അവർ മരിക്കുന്നതിന് മുന്നേ അവരുടെ എല്ലാ അവയവങ്ങളും ഹോസ്പിറ്റലുകാർ കട്ടെടുക്കുമല്ല, അവർ മരിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എല്ലാ അവയവങ്ങളും എടുക്കും എന്ന് പറയും. സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ? അതൊരിക്കലും ഉണ്ടാകാൻ പറ്റിയല്ല. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ICU കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒന്നാമത് ഇത്രയും ഡോണർ വേണം, അല്ല റെസിപ്പിയൻസ് വേണം. ആ പേഷ്യൻ്റ് എല്ലാം റെഡി ആയിരിക്കണം. നമ്മൾ ഈ കിഡ്നി എടുത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റിയല്ല. നമ്മൾ ഇവിടെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അതിനകത്തോട്ട് അത് പ്രിസർവ് ചെയ്യാനുള്ള ഇത് വെക്കുക. അത് ഐസിനകത്തൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത്. അന്നേരം അത് ഈ വെറുതെ എല്ലാവരുടെയും പിടിച്ച് കിഡ്നി അങ്ങനെ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ICUവിനകത്ത് എത്ര സ്റ്റാഫുണ്ട്. അതിലൊരാൾ വിചാരിച്ചാൽ പോലെ ഇതെല്ലാം തീരാനായിട്ട് ഒരിക്കലും ആ റിസ്ക് എടുക്കില്ല. അങ്ങനെ ചെയ്യാൻ ഉണ്ടാവാൻ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന അധിക രോഗികളും ഈ ഡോണർഷിപ്പ് പ്രോഗ്രാമിന് സൂട്ടബിൾ ആയിരിക്കില്ല. 80 വയസ്സുള്ളവര്, വളരെ ബ്രെയിനും ഹാർട്ടും ഒക്കെ വീക്കായവരും എല്ലാം പോയവരൊക്കെ ആയിരിക്കും. ഹാർട്ടിന്റെ ലങ്സിന്റെ ഒക്കെ അവസ്ഥ ഓൾറെഡി മോശമായവരൊക്കെയാണ് ICU കയറുക. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു ഓർക്കുന്നില്ലേ, എണ്ണായിട്ട് ബ്രെയിൻ മാത്രം പോയാൽ മറ്റു അവയവങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഇതിനും എത്തുള്ളൂ. വേണോ എന്ന് വിചാരിച്ചാലും ഈ ഓർഗൻ യൂസ്ഫുള്ളായി എടുക്കാൻ പറ്റാറില്ല. മാത്രമല്ല, ഈ പ്രോഗ്രാമിലേക്ക് ഇൻഡക്ട് ചെയ്ത് ഈ മാച്ചൊക്കെ നോക്കി അടുത്താളെ ചെയ്യാൻ തയ്യാറായിട്ട് ഒരു റെസിപ്പിയന്റ് തയ്യാറായാൽ മാത്രമേ ഇത് എടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇതൊന്നും എളുപ്പത്തിൽ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി അങ്ങ് വെക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ലല്ലോ. മെഡിക്കലി വളരെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബാണ്. അതൊന്നും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര ഗോപ്യമായിട്ടും ചെയ്യാൻ പറ്റില്ല. വളരെ സുതാര്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ ഡെത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് സർട്ടിഫൈ ചെയ്യേണ്ടതോ അത് അംഗീകരിക്കേണ്ടതോ ഒരിക്കലും ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. ഒരു നെഫ്രോളജിസ്റ്റിനോ ഒരു യൂറോളജിസ്റ്റിനോ പോയിട്ടത് ബ്രെയിൻ ഡെത്താന്ന് പറയാൻ പാടില്ല. അയാൾ പറയാൻ പാടില്ല ഈ സിസ്റ്റവും പ്രോഗ്രാമും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആൾക്കാരാണ് ഇത് ബ്രെയിൻ ഡെഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റ് 2 ടീമും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഓർഗൻ റിട്രീവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ. എത്ര സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റും? ഒരാള് മരിച്ചതിന് ശേഷം മരിച്ചെന്ന് വെച്ചാൽ ബ്രെയിൻ മാത്രമേ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഇതിങ്ങനെ പോകുമല്ലോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബ്രെയിൻ ഡെത്ത് ആയിട്ട് പെട്ടെന്ന് കഴിയുന്നത്ര പെട്ടെന്നാണ്. അല്ല, ചെയ്തു കഴിഞ്ഞാൽ ഓർഗൻ റിട്രീവ് ചെയ്തിട്ട് ഒരു രീതിയുണ്ട്, മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഓർഗൻ എവിടത്തേക്കാണോ എത്തിക്കുക എന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് എത്തിക്കാം. ഈ എത്തിക്കുന്നതൊക്കെയാണ് ഡ്രാമയായിട്ട് സിനിമയിലൊക്കെ പലപ്പോഴും കാണുന്നത്. കഴിയുന്നത്ര വേഗം പ്രിസർവ് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു. ഡൗട്ടാണോന്ന് അറിയത്തില്ല, ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഡോണറിനെ കിട്ടുന്ന സമയത്ത് തന്നെ റിസീവറും റെഡി ആയിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റുന്ന ഒരാൾക്ക് അയാളുടെ ഓർഗൻസിനൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു റിസീവറും പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണമല്ലോ, അതിനൊരു ടൈം ലിമിറ്റ് ഇല്ലേ? ഉണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ലിസ്റ്റ് തന്നെയുണ്ട്. നമ്മളിവിടെ എല്ലാവരെയും തന്നെ നമ്മുടെ ഈ പേഷ്യൻ്റ് ഒക്കെ ഇല്ലേ, ട്രാൻസ്പ്ലാന്റ് ചെയ്തവര്, ഇനിയും ചെയ്യാൻ പ്ലാൻ ഉള്ളവര്, അവരുടെ എല്ലാം പേര് വെച്ചിട്ട് ലിസ്റ്റ് ഉണ്ട്, രജിസ്ട്രി ഉണ്ട്. അതിനകത്ത് അവരുടെ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം നമ്മളിപ്പോൾ ഇവിടെ ഒരു പേഷ്യൻറ്റിന് ബ്രെയിൻ ഡെത്ത് ആയി എന്ന് വിചാരിച്ചു ഇവിടെ. അന്നേരം നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ആളാണ് തീരുമാനിക്കുന്നത് ഇത് അങ്ങോട്ടാണ് കൊടുക്കേണ്ടിയെന്ന്. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് ആശുപത്രിക്കാർ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി അവർക്കത് ചെയ്യാൻ പറ്റിയല്ല. ഒരു ഓർഗൻ കിട്ടും, എല്ലാം ഒന്നും കിട്ടുമൊന്നുമില്ല. അത് അന്നേരം ഏത് കൊടുത്തു, അതിനകത്ത് കൂടുതലുണ്ട് അവർ ഗവൺമെൻറ്റിലോട്ടാണ് എടുക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റെസിപ്പിയൻ്റ് ഉണ്ടെങ്കിൽ അവർക്കാണ് അവർ പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള പ്രൈവറ്റിന് കിട്ടുന്നത്. അന്നേരം
അവരാരും അതിനുവേണ്ടി ഒന്നും ഒരിക്കലും ആ മെനക്കെടുകയില്ല. പിന്നെ നിങ്ങൾ അവസാനം പറഞ്ഞ പോലെ ഒരു പഴയ കാലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാന്നറിയാം, ഈ കിഡ്നി 2 എണ്ണം ഉള്ളത് കൊണ്ട് ഒരെണ്ണം മതിയല്ലോ നമുക്ക് ജീവിക്കാൻ. അന്നേരം പണ്ട് കർണാടകയിലൊക്കെ, എന്നാ അതിൻ്റെ പേര് പറഞ്ഞു, എല്ലമ്മ ദാസപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ അവരിങ്ങനെ ആൾക്കാർ വേറെ എന്തിനോ വന്നവരുടെ കിഡ്നിയൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് എത്ര വലിയ ഇൻസെഷൻ ഇടണമെന്നറിയാം നമ്മുടെ വയറിനകത്ത്. അന്നേരം ഇവിടെ വലിയ ഓപ്പറേഷന് വേണ്ടി അത് ഇട്ടിട്ടാണ് അത് എടുക്കുന്നത്. അവിടെ ഈ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരും അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അവരുടേത് പോയത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉള്ളവർ കയ്യിലൊരു കാനിലായിട്ട് അവരെ ചോദിക്കും ഇത് എന്തിനായിട്ടായിരുന്നു. അന്നേരം അതൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയല്ല. ഇവിടെ ഒന്നും എന്തായാലും പറ്റില്ല. ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, മറ്റേത് അങ്ങനല്ല. പൊതുജനവും ലോയും സിസ്റ്റവും ഒക്കെ ഇതിൽ വളരെ ട്യൂണ്ടാണ്. ഇക്കാര്യങ്ങളിലും പൗരധർമ്മത്തിലും അവർക്കുള്ള അവകാശങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാലത്തെ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു അതിക്രമവും ഇനി നമ്മുടെ സിസ്റ്റം വെച്ച് പൊറപ്പിക്കില്ല. അല്ലേ തന്നെ അവരുണ്ടല്ലോ, അവരുടെ ദേഹത്തെ ഇൻസിഷൻ ഉള്ളത് അതിന് ഒരു കാലത്തും പോകുകയില്ല. അവരുടെ പേരിൽ എന്ന് വേണേലും കേസ് വരാം. ഇപ്പം ആ ഡോക്ടറെല്ലാം ജയിലില്ല. അതെന്തുകൊണ്ടാ? ഇപ്പം ഒരാളുടേത് ഞാൻ എടുത്തെന്ന് വിചാരിച്ചു, അയാളുടെ മേത്ത് ആ പാട് അവിടെ ഉണ്ട്, കിഡ്നി ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അന്നേരം കുറച്ചു കാലം കഴിഞ്ഞിട്ടാണേലും എന്ന് വേണേലും ഞാൻ അന്നേരം അറിയാമല്ലോ. അന്നേരം പിന്നെ എന്ന് കാലത്തായിട്ടും ഞാൻ എന്നെ പിടിക്കും. അന്നേരം പിന്നെ എത്ര പേര് ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യാൻ പോകും? ഏതൊരു ഡോക്ടർ പോകും? പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ഈ സിസ്റ്റം എപ്പോഴും വിജിലന്റ് ആയിരിക്കും. മനുഷ്യന്മാരുടെ നന്മ മാത്രം വിചാരിച്ചു നടക്കൂല. അപ്പോൾ എല്ലാ സിസ്റ്റവും നല്ല പെർഫെക്റ്റ് ആയി നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും നടക്കൂല. ആരും ഇതിനകത്ത് ഒരു കുഴപ്പം കാണിക്കൂല എന്ന് വിശ്വസിക്കാമെങ്കിലും അത് മാത്രം വെച്ചിട്ട് നമ്മൾ നിൽക്കൂല. എല്ലാവിധ പ്രിക്കോഷൻസും സ്ട്രിഞ്ചന്റ് ലോസും ഉണ്ടാവും. അതുണ്ട്. ഇത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡോണറിന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇത്തരം സിറ്റുവേഷൻസിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓർഗൻസ് നമ്മൾ സാധാരണക്കാർക്കും ആ പറഞ്ഞ എക്സ്പെൻസിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ലൈക്ക് ഇവിടെ പ്രൈവറ്റിലായാലും ഗവൺമെന്റിലായാലും. അല്ലല്ല, എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് കടാവറിന് ചെലവ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റിലാണ് ചെലവില്ലല്ലോ ശരിക്കും. ഗവൺമെന്റ് എടുക്കുന്നത് സാധാരണ സ്കീമിന്റെ ഇത് തന്നെ ഉള്ളൂ. അവിടെ ആകെ വരുന്ന വ്യത്യാസം എന്താ? മറ്റേ ഈ ചെയ്യുന്ന ഡോക്ടർ ഒരു അർദ്ധരാത്രിയൊക്കെ പോയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് അയാളുടെ ഡ്യൂട്ടിയുടെ പാർട്ടായിട്ട് എടുക്കും. പ്രൈവറ്റിൽ കിട്ടുന്നത് എന്താ? പ്രൈവറ്റില് ഡോണറിന് അവർക്ക് ഇതിനൊന്നും ചാർജ് ചെയ്യാൻ പറ്റൂല, ഓർഗനൊന്നും ചാർജ് ചെയ്യുന്നില്ല. ചെയ്യുന്ന സർജറിക്കും അതിന്റെ ഇത് അനുസരിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ചാർജ് അല്ലാണ്ട് ഇതിന് കൂടുതലൊന്നും വരില്ല. പിന്നെ ഡോണറിന് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നില്ലല്ലോ. റിലേറ്റഡ് ആയി ചെയ്യുന്നതാണെങ്കിൽ കൊടുക്കുന്നില്ല, ആശുപത്രിയിൽ ബന്ധപ്പെടുന്നില്ലല്ലോ. അവർ തമ്മിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല ചോദ്യം. അത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലായിട്ട് വേറെ പ്രത്യേകിച്ച് ചാർജോ കൂടുതലോ കുറവോ വരുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. ഇതിനകത്ത് ഒരു വ്യത്യാസം വരിക്കില്ലല്ലോ. ഇത് കൊടുക്കുന്ന ആളുകൾ എങ്ങനെയാണ് ലൈഫ് ലോങ് അവരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം? ആഫ്റ്റർ കെയർ ഉണ്ടാവുമല്ലോ ഡോണേഴ്സിന്. അവർക്ക് ഒരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്നിയായിട്ട് ജനിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഒരു 10,000-ൽ ലൈഫ് തന്നെ ഉണ്ടാവും. ഇതിലിപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു മറുപടിയായി പറയാണ്, ഒരു കിഡ്നി ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു ഡോക്ടർ പറഞ്ഞൊന്ന് വിശദീകരിച്ചു. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഉദാഹരണത്തിന് 2 കിഡ്നി ഉണ്ടാവുമ്പോൾ ഒരു ഭാഗത്ത് ട്യൂമർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റാം, കൂളായി ജീവിക്കാം. ഈ ഡോണറിന് ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ വീണ്ടും ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അയാൾക്കത് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രശ്നം തന്നെയാണ്. വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാം. ഒരു സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ, സ്റ്റോൺ ബ്ലോക്കാക്കിയാൽ സാധാരണ മറ്റേ കിഡ്നി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളത് കുറച്ച് ദിവസം മരുന്നെല്ലാം കഴിച്ചും തനിയെ തെറിക്കും പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂവെങ്കിൽ അതിലൊരു ചെറിയ 4 മില്ലിമീറ്ററുള്ള സ്റ്റോണൊക്കെ വന്നാൽ കിഡ്നി ഫെയിലറിലേക്ക് പോകും. അത് ബ്ലോക്കായി അപ്പോൾ തന്നെ എമർജൻസി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ കിഡ്നിക്ക് ഫെയിലാകും. അങ്ങനെയൊക്കെയുള്ള ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ കാറപകടം വന്നു, 2 കിഡ്നിയിൽ ഒന്ന് ചതഞ്ഞു പോയി. നമ്മളെന്താ ചെയ്യുക? ഇവിടുന്ന് അയാളെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അതങ്ങ് എടുത്തു കളയും, മറ്റതുണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. ഇയാൾക്കത് റിസ്ക് അല്ലേ? ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പോയാൽ കിഡ്നി ഇല്ലാത്ത അവസ്ഥയിലെത്തി അയാൾ ഡയാലിസിസിലേക്കും ട്രാൻസ്പ്ലാന്റിലേക്കും പോകേണ്ട ഒരവസ്ഥ വരും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഒരു ഈ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിനെതിരായിട്ട് പറയേണ്ട വസ്തുതകളൊന്നുമല്ല. കാരണം അത് അത്രയും അപൂർവമാണ്. സാധാരണഗതിയിൽ അതൊരു കണക്കാക്കേണ്ട കാര്യമില്ല. എനിക്ക് അപകടം പറ്റും അല്ലെങ്കിൽ എനിക്ക് ട്യൂമർ വരും എന്നൊന്നും പറയുന്നത് വളരെ അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. ഇതിന് ഭയങ്കര എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതൊരു സർജറി എന്നുള്ള നിലയിലുള്ള സർജറിയുടെ ചാർജും അതിനു മുമ്പേ ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള പ്രിപ്പറേഷൻ, ടെസ്റ്റുകൾ,
ഓപ്പറേഷന് ശേഷം കുറച്ചു കാലം ഈ പ്രതിരോധ ശക്തി കുറക്കാനുള്ള ഇമ്മ്യൂണോ സപ്രഷൻ ആയിട്ടുള്ള തെറാപ്പി, ഇതൊക്കെ കുറച്ച് കോസ്റ്റ് ഉള്ളതാണ്. അത് ജീവിതകാലം മുഴുവൻ അവർ കഴിക്കണം. കിഡ്നി ട്രാൻസ്പ്ലാന്റിന് അത് എന്നും കഴിച്ചുകൊണ്ടിരിക്കണം ജീവിതകാലം മുഴുവൻ, അല്ലെ അത് പോവും. ബോൺ മാരോയ്ക്കൊക്കെ അവർ നേരത്തെ നിർത്തും. 1 year ഒക്കെ കഴിയുമ്പോൾ അത് ഒഴിവാക്കാൻ മരുന്ന് കഴിക്കുന്നത് കിഡ്നിക്ക് അല്ലല്ല, അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ പുറമേ നിന്നുള്ള ഒരു സാധനം നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അതിനെ ഒരു ഫോറിൻ സാധനമായിട്ടാണ് നമ്മുടെ ശരീരം കണക്കാക്കുക. അതിനെ തള്ളിക്കളയാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനൊരു പ്രതിരോധ ശക്തി നമ്മുടെ ബോഡിയിലുണ്ട്. ആ പ്രതിരോധ ശക്തി ഉണ്ടാകുമ്പോൾ ഈ വന്ന കിഡ്നിയെ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വിടില്ല. അതിനെ തള്ളിക്കളയാനാണ് നോക്കുക, അത് റിജക്റ്റ് ചെയ്യാൻ. ആ റിജക്ഷൻ നമുക്ക് കുറക്കണം. അതെങ്ങനെ കുറക്കുക? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ഇല്ലാണ്ടാക്കുക, കുറക്കുക. ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറയും. അതിനുള്ള മരുന്നാണ് ഈ ഡോക്ടർ പറയുന്ന തരത്തിലുള്ള മരുന്ന്. കുറച്ചാൽ മാത്രമേ നമുക്കൊരു കിഡ്നിയുടെ ഗ്രാഫ്റ്റ് അവിടെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിനെതിരെ ബോഡി എപ്പോഴും പ്രവർത്തിച്ച് ചെയ്ത് നിമിഷം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അസുഖമൊന്നും വരാത്ത എന്തുകൊണ്ടാണ്? ബാക്ടീരിയയും വൈറസും നമ്മുടെ ദേഹത്ത് കയറാത്തത് ഈ രോഗപ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ടാണ്. ആ പ്രതിരോധ ശേഷി അതിൽ ഏതെങ്കിലും ഒരു വൈറസ് നമ്മുടെ ദേഹത്ത് കയറി, എൻ്റെ ബാക്ടീരിയ കയറി അതിനെ നശിപ്പിച്ച് കളയും. പക്ഷേ ഈ കിഡ്നി വെക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അത് നമ്മുടെ ദേഹത്തോട്ടൊരു ബാക്ടീരിയ വന്നതുപോലാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതിനെ മനസ്സിലാക്കുന്നത്. അന്നേരം അത് അതിനെ നശിപ്പിച്ച് കളയാൻ നോക്കും. വേറെ സാധനം നമ്മുടെ ദേഹത്ത് വന്നതല്ലേ, നമ്മുടെ സ്വന്തം അല്ലാത്തൊരു സാധനം നമ്മുടെ ദേഹത്ത് കയറി അത് അതിനെ നശിപ്പിച്ച് കളയും. അന്നേരം നമ്മൾ അതിനു വേണ്ടി മരുന്ന് കൊടുത്ത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇവരുടേത് കുറച്ച് വെക്കും. അത് തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. എന്നുവെച്ചാൽ അവർക്ക് ബാക്കി അസുഖങ്ങൾ വരും. ഈ വൈറൽ ഇൻഫെക്ഷനും എല്ലാം വരും, ഫംഗൽ ഇൻഫെക്ഷനും എല്ലാം വരാം. അതുകൊണ്ടാണ് നമ്മൾ അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അധികമായി പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ അസുഖങ്ങൾ വരും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കിഡ്നി റിജക്റ്റ് ആയി പോകും. അതിനാണ് ഇവരെ ജീവിതകാലം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും, നമ്മൾ ഈ പൊതുവായിട്ടുള്ള സ്ഥലത്ത് പോവുക, ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ ഒരു വലിയ ക്രൗഡിലൊന്നും പോവാതിരിക്കുക, അത് ശ്രദ്ധിക്കണം എന്ന് പറയും. നമ്മൾ ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി വരുമ്പോ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ ചെയ്യുമ്പോ ഈ മെഡിക്കേഷൻസ് പ്രശ്നമുണ്ട്. മെഡിക്കേഷൻസ് കൂടിയാലും കിഡ്നിക്ക് ഡിസീസ് കിഡ്നിയുടെ ഡിസീസ് അല്ല പ്രശ്നം, മറ്റ് അസുഖങ്ങളും മറ്റ് ഇതൊക്കെ നമ്മളെ ദേഹത്തേക്ക് വരും. ഇപ്പൊ ബാക്ടീരിയ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറി പറ്റും. യെസ് ഡോക്ടർ, നമുക്ക് അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അനദർ മെഡിക്കേഷൻ കൊടുക്കേണ്ടി വരുമല്ലോ. ആ മെഡിക്കേഷൻസ് അഗെയിൻ നമുക്ക് കിഡ്നിക്ക് മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നം വരുമെന്ന് പറയുന്നത് വരാം. അല്ലാതെ അതിനകത്തെ പ്രശ്നം ഇപ്പൊ നമ്മുടെ റിജക്ട് ഇപ്പം എങ്ങനെയാ നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ നല്ലതാണോ എന്ന് തീരുമാനിക്കുക? ഒരു രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ ഡയാലിസിസ് മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ എത്ര കാലം ജീവിക്കും? അതിന്റെ സർവൈവല് നമുക്കുണ്ട്, അതിന്റെ കണക്കുണ്ട്. അതേപോലെ ഇതിന് ഈ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നല്ല, അതിന് സാധ്യതകൾ ഒത്തിരി കുറവാണ്. ഇൻഫെക്ഷൻ വരാം, റിജക്ഷൻ വരാം, അതൊക്കെ വരാം. എന്നാലും അവരെ എത്ര കാലം ജീവിക്കുമെന്നും നമുക്ക് ഡേറ്റ ഉണ്ട്. അത് നോക്കുമ്പോൾ അത് മറ്റേതിനെക്കാളും ഒത്തിരി നല്ലതാ. ഈ പേഷ്യൻസ് എല്ലാം ഈ ഡയാലിസിസ് മാത്രം ചെയ്തുകൊണ്ട് പോകുന്ന പേഷ്യൻസ് നോർമൽ ഒരാളുടെ അത്രയൊന്നും ഒരിക്കലും ജീവിക്കില്ല. അവർക്ക് ഓരോ കോംപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ അവരും അത്രയും കാലം ഒരിക്കലും ജീവിക്കുമെന്ന് വിചാരിക്കരുത്. അതാണ് അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് എപ്പോഴും നല്ലത്. പിന്നെ അവരുടെ ക്വാളിറ്റി നല്ലതല്ലേ, ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രയോ വ്യത്യാസമാണ്. അവർക്ക് സാധാരണഗതിയിലുള്ള ലൈഫ് കിട്ടും, ഉന്മേഷം കിട്ടും, രക്തക്കുറവ് ഉണ്ടാവില്ല, ലൈംഗിക ജീവിതം ബെറ്റർ ആവും, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഉന്മേഷവും ഉല്ലാസമൊക്കെ ബെറ്റർ ആയിരിക്കും. എല്ലാ തരത്തിലും ട്രാൻസ്പ്ലാന്റും ഈ ഡയാലിസിസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയാൽ ട്രാൻസ്പ്ലാന്റ് എപ്പോഴും വളരെ ഉയരത്തിലാണ്. അതിന് കൊടുക്കേണ്ട വിലയായിട്ടാണ് നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കേണ്ടത്. ഇമ്മ്യൂണോതിൻ്റെ അത് ഡോക്ടർമാർ വളരെ വിദഗ്ധമായിട്ട് കറക്റ്റ് ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ സൈഡ് എഫക്റ്റ് ഇല്ലാതെയും റിജക്ഷൻ വരാതെയൊക്കെ നോക്കാൻ പറ്റും. അതാണ് നെഫ്രോളജിസ്റ്റിൻ്റെ മിടുക്ക്, അവരത് ചെയ്യും.